ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെ ഇടവലഗ്നക്കാരുടെ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇടവക്കൂറും ഇടവലഗ്നവും, അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്ന ശുക്രനാണ്. ആ ശുക്രൻ ഫെബ്രുവരി 6-ന് ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക് 10-ലേക്ക് രാശി മാറുന്നു. സൂര്യൻ ഫെബ്രുവരി 13-ന് 9-ൽ നിന്നും 10-ലേക്ക് മാറുന്നു. ചൊവ്വ ഫെബ്രുവരി 23-ന് 9-ൽ നിന്നും 10-ലേക്ക് മാറുന്നു. ബുധൻ ഫെബ്രുവരി 3-ന് 9-ൽ നിന്നും 10-ലേക്ക് മാറുന്നു. ഗുരു 2-ല് വക്രസ്ഥിതി തുടരുന്നു. ശുക്രൻ ഫെബ്രുവരി 6-ന് 9-ൽ നിന്നും 10-ലേക്ക് മാറുന്നു. ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11-ലെ സ്ഥിതി തുടരുന്നു. രാഹു കർമ്മസ്ഥാനത്തും കേതു 4-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ ഫെബ്രുവരി മാസത്തിൽ ഈ കൂറുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ബുധൻ, ശുക്രൻ, സൂര്യൻ, ചൊവ്വ ഈ 4 ഗ്രഹങ്ങൾ 10-ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ നല്ല ശാരീരികമായിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമെന്ന് പറയാം. എങ്കിലും 6-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ 5-ൽ അഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനാൽ മാനസികമായിട്ട് അല്പം സ്ട്രെസ്സ് ചിലപ്പോൾ ഉണ്ടാകാം. ചിലർക്ക് ഈ കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. 4-ലൊക്കെ കേതു ഉള്ള സമയമാണ്, സുഖസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അതുപോലെ തന്നെ അത് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഒരു ഉത്കണ്ഠ, മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. അതുപോലെ ചിലർക്ക് ഈ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, കഫസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അത് ഒരു സുഖക്കുറവ് ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ 5-ൽ ഉള്ള സമയമാണ് എന്നുള്ളതിനാൽ നമ്മൾ പൊതുവെ ഈ ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി ഇപ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്ത്, പ്രത്യേകിച്ച് സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് പൊതുവെ ഒരു മുന്നേറ്റത്തിന് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. തൊഴിൽപരമായിട്ട് ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ്. കൂടുതൽ വർക്കുഹോളിക് ആയിരിക്കും ഈ കൂറുകാർ എന്ന് തന്നെ പറയാം. അതുപോലെ പൊതുവെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 2-ഉം 5-ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യവാരം കഴിയുമ്പം തന്നെ ഈ 10-ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്രമേണ സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ 10-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 10-ൽ സൂര്യൻ്റെയും അതുപോലെ ബുധൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയൊക്കെ എനർജി ഉള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വർക്കിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്നതിനും വർക്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതിനും വർക്ക് എക്സ്പാൻഷനൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഉയർന്ന അധികാരം, പദവി ഇവയൊക്കെ കിട്ടുന്നതിനും അത് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതേസമയം സൂര്യനും അതുപോലെ രാഹുവും ചൊവ്വയും ഒക്കെ ഈ 10-ൽ ബന്ധം വരുമ്പോൾ തൊഴിലിടത്ത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മേലധികാരികളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കഴിവതും നമ്മൾ സഡനായിട്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകാം.
അപ്പം അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ സമയത്തൊക്കെ വീടൊക്കെ വിട്ട് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകൾക്കുമൊക്കെ സാധ്യതയുണ്ട്. തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കൂടുതലാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യത്തെ 3 വാരം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ആദ്യത്തെ 2 ദിവസം ഭാഗ്യസ്ഥാനത്തുണ്ട്. അതിനുശേഷം ആ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനുമായിട്ടൊക്കെ 10 ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ 10 രാഹുവുണ്ട്. അപ്പോൾ പൊതുവെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഭിന്നത ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ബിസിനസ്സിൽ വരുമ്പോൾ അത് ബിസിനസ്സിലെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും നമ്മൾ ഇൻറ്റേർണലായിട്ടുള്ള കോൺട്രഡിക്ഷൻസൊക്കെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സൊക്കെ ഒഴിവാക്കി പോകാൻ ഈ പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൂര്യനും ചൊവ്വയും രാഹുവും ബുധനും ശുക്രനും ഒക്കെ ഒരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിലും ആ തീരുമാനം തിടുക്കത്തിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വിദേശ വിപണനമൊക്കെ പൊതുവെ സ്മൂത്താവുന്ന സമയമായിട്ട് കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 9ഉം 10ഉം രാശികളിൽ സഞ്ചരിക്കുന്നു. ബുധൻ എന്ന് പറയുന്നത് 2ഉം 5ഉം ഭാവാധിപനും കൂടെയാണ്. അപ്പം 9, 10 ബുധൻ്റെ സ്ഥിതി പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുന്നതിനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനൊക്കെ സഹായകമാണ്. മാത്രമല്ല ക്രിയേറ്റീവ് തലത്തിലൊക്കെ അവർക്ക് തിളങ്ങാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ശനി 11 നേട്ടത്തിൻ്റെ സ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ പൊതുവെ സ്വന്തം നക്ഷത്രത്തിലൊക്കെയാണ് ശനി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉന്നത പഠനത്തിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. പരീക്ഷയിലൊക്കെ ഉയർന്ന വിജയം, ആഗ്രഹിക്കുന്ന സ്കോർ ഇവയൊക്കെ സാധ്യമാകാവുന്ന സമയമായിട്ട് നമുക്ക് കാണാം. അതേസമയം ബുധനും രാഹുവുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരാം, പഠന സംബന്ധമായ കാര്യങ്ങളിൽ. അപ്പോൾ അതിൽ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ഒപ്പീനിയനൊക്കെ സ്വീകരിച്ച് അതിൽ വേണ്ടുന്ന തീരുമാനം എടുക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2ൽ നിൽക്കുന്ന സമയമാണ്. വക്രത്തിലാണെങ്കിലും 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ 11 ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യഭാവാധിപനും കൂടിയാണ് ശനി, കർമ്മഭാവാധിപനും കൂടിയാണ് ശനി. 11 നിൽക്കുന്നു. അപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3 ഭാഗ്യസ്ഥാനത്ത് 3 പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ പൊതുവെ ഈ കർമ്മസ്ഥാനത്തുള്ള സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിട്ട് നമുക്ക് കാണാം. ധനസ്ഥിരതയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ശനിയും ഗുരുവൊക്കെ പ്രത്യേകിച്ച് അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഗുരു അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അഷ്ടമത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ദൂരയാത്രകൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ബുധനും രാഹുവൊക്കെ യോഗം വരുന്നതുകൊണ്ട് ധനവിഷയവുമായിട്ട് ധനസംബന്ധമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ശ്രദ്ധ വേണം. സഡനായിട്ട് ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതിൽ ഒരു വിവേക ബുദ്ധി അതിൽ കാണിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം നോക്കാം. വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം നോക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹത്തെപ്പറ്റി നോക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യത്തെ 3 വാരം ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. ശുക്രനും ആദ്യത്തെ വാരമൊക്കെ ഭാഗ്യസ്ഥാനത്തുണ്ട്. അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയം എന്ന് പറയാം. ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനാകും. അതുപോലെ ഭാഗ്യഭാവാധിപനുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം.
ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ശുക്രനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗുണം ചെയ്യും. എങ്കിലും ഈ ബുധനും രാഹുവുമായിട്ടുള്ള യോഗം അത് പ്രണയബന്ധത്തിൽ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാം. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ 10 ആ ശുക്രനും ബുധനുമായിട്ടൊക്കെയുള്ളൊരു യോഗം വരുമ്പോൾ, രാഹുവുമായിട്ടൊക്കെ ആ 10 ബന്ധം വരുമ്പോൾ ചിലർക്ക് തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ പ്രണയബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം 5-ൽ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ചിലർക്ക് പ്രണയബന്ധത്തിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായെന്നും കൂടെ വരാം. മാരിറ്റൽ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ പൊതുവെ ഒരു നല്ല ദാമ്പത്യ ബന്ധത്തിൻ്റെ സമയം എന്ന് പറയാം. എങ്കിലും കുജനും 7-ാം ഭാവാധിപനായിട്ടുള്ള കുജനുമായിട്ട് സൂര്യന് ഒരു ബന്ധം വന്നു. രണ്ടും ആഗ്നേയ ഗ്രഹങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കാരണം 7-ാം ഭാവാധിപന് 9-ൽ നിൽക്കുന്ന സമയമാണ്. ദൂരയാത്രകൾക്ക്, ഷോപ്പിങ്ങിന് ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. എങ്കിൽ ഈ കുജനും രവിയുമായിട്ടുള്ള യോഗം, അതുപോലെ രവി, അതുപോലെ രാഹു, ശുക്രൻ ഇവയുമായിട്ടുള്ള യോഗമൊക്കെ വരുമ്പോൾ ചെറിയ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോവുക. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുടുംബജീവിതത്തിൽ പൊതുവെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഭൗതികമായിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിലൊക്കെ മെച്ചപ്പെടുത്താനാകും. എങ്കിലും ഒരു കുടുംബജീവിതത്തിൽ അല്പം സ്ട്രെസ്സ് അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 4-ൽ കേതു നിൽക്കുന്നു. അപ്പോൾ മാത്രവുമല്ല 4-ൽ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ള സമയം കൂടെയാണ്. അപ്പോൾ ക്രമേണ സൂര്യനും ബുധനും ശുക്രനും ഒക്കെ തന്നെ ഈ 4-ൽ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബന്ധുക്കളുമായിട്ടൊക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, ഭിന്ന അഭിപ്രായങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അതിൽ നമ്മളൊരു കെയർ കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഈ കുടുംബത്തിലെ ഒരു സമാധാനക്കുറവിന് അത് ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ഫെബ്രുവരി 8, 9, 13, 14, 22, 23 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ചുള്ള ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലങ്ങളാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം നമ്മൾ കാണാൻ, പൊതുവായിട്ടുള്ളൊരു ഫലം. പക്ഷേ ഈ പൊതുഫലത്തെ മറ്റ് ചില കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടും. അത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, ഇപ്പോൾ നടക്കുന്ന അപകാരം, ഇപ്പോൾ നടക്കുന്ന ഛിദ്രം, ഇത് 3ഉം അവരുടെ ഈ ഫെബ്രുവരി മാസത്തെ ഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഈ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ദശയോ അപകാരമോ ഛിദ്രമോ ആണോ അല്ലയോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിലർക്ക് മാത്രം ഇടവലഗ്നം വരാം. ഞാനിവിടെ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ഇടവലഗ്നക്കാരെന്ന് പറയുമ്പോൾ ഇടവക്കൂറുകാരെല്ലാം ഇടവലഗ്നക്കാരെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ തെറ്റിദ്ധരിക്കും. കാരണം ഇടവക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം മറ്റു ലഗ്നരാശികൾ വരാം. അപ്പം ഇടവക്കൂറിൽ പെടുന്നവർക്ക് ഇടവലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശി എന്ന് പറയുന്നത് ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അല്ലയോ എന്നതിനനുസരിച്ചും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പം അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഇടവലഗ്നക്കാരല്ലാത്ത ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ലഗ്നഫലത്തിന് കൂടുതൽ പ്രസക്തി കൊടുക്കണം, കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം
ലഗ്നഫലമാണ് കുറച്ചുകൂടെ കൃത്യതയും സൂക്ഷ്മതയും ഉള്ളത്. അതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നത്തിനാണ് എന്ന് മനസ്സിലാക്കി ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.